അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. ഓ ടു യു. അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ സ്വാക്കിൻ്റെ എക്സ്പോൻ്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ച മാനേജറിന് നന്ദി പറയാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഇവിടെ, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് എനിക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ പടം കണ്ടപ്പോൾ എന്താ പറയേണ്ടത് എനിക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് മുഖത്ത് കാണുന്നത്. മുനീറിൻ്റെ പല വീഡിയോകളും കാണുന്ന കുറേ പേര് ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പം നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള പർച്ചേസിനൊക്കെ പോകുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇവിടെ നടക്കുന്നത് അത്തരത്തിലുള്ളൊരു എക്സ്പോയാണ്. ഈ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും നമ്മൾ കാണുന്ന പല പ്രൊഡക്റ്റുകളുമുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും പോലെ എല്ലാ പ്രൊഡക്റ്റുകളുമുണ്ട്. ആ പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറേഴ്സാണ് ഈ എക്സ്പോയിൽ സ്റ്റോളുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു റീറ്റെയിൽ ബിസിനസ് സാധ്യത കൂടുതൽ ബലപ്പെടുത്താനും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറേ കൂടിയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള എക്സ്പോകളുമായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ മുനീറിന് ഈ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ബിസിനസ് രംഗത്ത് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളൊന്നുമില്ല. എനിക്കെല്ലാം ഒരു മിഡിലായിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെ ഉള്ളൂ. എന്നാലും ഈ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാറില്ലേ? ഉണ്ട്. അപ്പം അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യണമെന്ന് തോന്നാറുണ്ടോ? ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങളോ സാധനങ്ങളോ ഒക്കെ അവിടെ എപ്പോഴും അവൈലബിൾ ആണോ, അല്ലെങ്കിൽ കിട്ടാത്ത എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുണ്ടോ? അവിടെയുള്ള സർവീസുകളെയൊക്കെ പറ്റി സാധാരണ ഒരു കസ്റ്റമറുടെ വ്യൂവിൽ എന്താ പറയാനുള്ളത്? സൂപ്പർ മാർക്കറ്റിൽ ഒരു ക്ലോക്ക് വെക്കണം. അതൊരു ആവശ്യമായിട്ട് പറയാം. സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു ക്ലോക്ക് വെക്കണം എന്നാണ് മുനീറിന് ആദ്യം പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മുകളിലൊക്കെ കയറ്റി വെക്കണം. അത് കൊള്ളാം. അതിപ്പോ രണ്ടാമത് ഞാൻ അനൗൺസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഞാൻ ഒന്നും കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? പിന്നെ അതൊക്കെ തന്നെ അത് ചെറിയ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ എന്നുള്ളത് അല്ലേ? അപ്പോൾ മാർക്കറ്റിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ, ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു സംരംഭമാണ്. സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും നടത്തുന്ന ഇതിവിടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാക്ക് എന്ന സംഘടനയുടെ ഒരു എക്സ്പോക്കാണ് നമ്മളെല്ലാവരും ഭാഗമായിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമകളോ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഓരോ ഐറ്റവും മാനുഫാക്ചറിങ് ചെയ്യുന്ന ഉൽപ്പാദകരോ അത് വാങ്ങുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത്. അതിൻ്റെ ഒഫീഷ്യൽസും ആളുകളൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മുനീറിൻ്റെ ചാനലിലൂടെയും അല്ലെങ്കിൽ വീഡിയോയിലൂടെയും ഒക്കെ നമ്മൾ പലതവണ കണ്ടും ചിരിച്ചും തമാശകളും ഒരു പ്രത്യേക രീതിയാണ് അവരുടെ അവതരണ ശൈലി എല്ലാം തന്നെ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണല്ലോ. നമ്മൾ ആദ്യം ഒരു വീഡിയോ എടുത്തു, പിന്നീട് ഒരു പക്ഷേ അത് തുടരാമെന്ന് ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം അത്ര എളുപ്പമായിരുന്നോ മുനീറിനെ സംബന്ധിച്ചിടത്തോളം? അത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാം, അത് അത്ര എളുപ്പമുള്ളൊരു തീരുമാനമായിരുന്നോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഞാൻ അത്ര വലിയ റിച്ച് ഫാമിലി അല്ലെങ്കിൽ മിഡിൽ ഏജ് ഫാമിലി ഒന്നും ചെയ്യുന്നില്ല. പറ്റത്തായുള്ളൊരു ഫാമിലി തന്നെ ചെയ്യുന്നു. അപ്പോൾ ഒരു വീഡിയോയിൽ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ചുമടി തൊഴിലാളിയാണ്. അപ്പോൾ അരികോടനിൽ അരിയേറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അത്ര വലിയൊരാളായിട്ട് മാറുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന ആളാവുന്നോ ഞങ്ങൾ കരുതിയിട്ടല്ല വീഡിയോ ചെയ്തു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ളൊരു ആഗ്രഹം എന്താ വെച്ചാൽ 1K ലൈക്ക് അല്ലെങ്കിൽ 2K ലൈക്ക് കിട്ടുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ മാത്രം വീഡിയോ ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണ് ഞാനും ഫാറൂഖും. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ലൈക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അപ്പോഴും ഞങ്ങൾ കരുതിയിട്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ വർക്കിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു 2 കൊല്ലം ആയിട്ടുള്ളൂ. അതുവരെ ഞങ്ങൾ ഗോഡൗണിൽ അരി ഏറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗോഡൗണിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലെ നടുവിലായിരുന്നു ഞാനും ഫാറൂഖും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി പോരുന്നതൊരു നടക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഒന്നിങ്ങനെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വീഡിയോയിലേക്ക് ഞങ്ങൾ പ്രമോഷൻസിൽ അധികമായിട്ട് നേരം ചെലവഴിക്കാൻ നോക്കുന്നത്. എന്തായാലും ഇപ്പം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാതെ പോണു. പിന്നെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാനുകൾ ഉണ്ടാവുമല്ലോ. ഓരോ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല ബ്രാൻഡുകളും നമ്മളെ സമീപിക്കും. അവരുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും സമീപിക്കാറുണ്ട്. അതിനുള്ള വീഡിയോസ് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറ് കൂടി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളത് യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. എല്ലാ പ്രൊഡക്റ്റും നമ്മൾ പറഞ്ഞ മാതിരി ഉപയോഗിക്കാൻ നമുക്ക് കഴിയില്ല. എന്തായാലും കുറേ വീഡിയോസ് ചെയ്യണതാണ്. അപ്പോൾ ചില വീഡിയോ പ്രൊമോഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാധനങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അധികം ചില വീഡിയോസ് ചെയ്യാറുള്ളത്. ബാക്കി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ ഇടാറുമുണ്ട്.
അപ്പോൾ അത് എപ്പോഴും നമ്മൾ തന്നെ സ്വയമായി വിലയിരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ പബ്ലിക്കിലേക്ക് അത് ഇറക്കാറുള്ളത് അല്ലേ. പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം. ഇതിപ്പോൾ എങ്ങനെ പറയാതിരിക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുവാണെങ്കിൽ എനിക്ക് ആ ചാനലിൻ്റെ ഉള്ളടക്കം തന്നെ ഒന്ന് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ മുനീർ പറഞ്ഞാൽ അതൊരു പക്ഷേ ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കത് കാണാനൊരു അവസരം ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജ് മുനീർ മലപ്പുറം ഒഫീഷ്യൽ എന്നാണ്, യൂട്യൂബ് മുനീർ മലപ്പുറം വ്ലോഗ്, ഫേസ്ബുക്കും മുനീർ മലപ്പുറം വ്ലോഗ്. അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ കുത്തി ഞെക്കി പൊട്ടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതാണ് ഈ ഡയലോഗ് നമുക്ക് പറയാനൊരു സമയം കൊടുക്കണ്ടേ, അത് എന്തായാലും നമുക്ക് പറയണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സ്പോയ്ക്ക് വന്നതിനും ഇത് നല്ല രീതിയിൽ ഈ വാർത്തകളൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പല പ്രൊഡക്റ്റുകളൊക്കെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നതിനൊക്കെ മുനീറിൻ്റെ ചാനൽ കൂടി ഭാഗമാകുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ മുനീറിനോട് നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സമയം കൂടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇതൊരു ലൈവ് ഇൻട്രാക്ഷൻ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പലതരത്തിലുള്ള വീഡിയോസിലൂടെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് എൻക്വയറി ചെയ്യാറുണ്ട്. പല ബ്രാൻഡഡ് പ്രൊഡക്ട്സിൻ്റെയും മാർക്കറ്റിംഗ് വീഡിയോ അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് മൈക്കുമായിട്ട് വരാം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അവരെന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ തന്നെ കാണും. മുനീറിന് ഒരു സ്നേഹ ഉപഹാരം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ സ്വാക്കിൻ്റെ ടീം മെമ്പേഴ്സ് ദയവായിട്ട് വേദിയിലേക്ക് എത്തിച്ചേരുക. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മുസ്തഫ അവറുകൾ, ഡേമാർട്ടിൻ്റെ മുസ്തഫ അവറുകൾ വേദിയുടെ ഭാഗമാകാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ആൻഡ് ഓൾസോ ഇൻവൈറ്റ് പാരിസൺസ് അതിഥി ടീമിൽ നിന്നും വസീമിനെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാരിസൺസ് അതിഥി ടീമിൽ നിന്നും വസീമിനെ കൂടെ വേദിയുടെ ഭാഗമാകാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്കുള്ള പുരസ്കാരങ്ങൾ, ആദരവ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൽ എത്തിച്ചേർന്നുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ അവാർഡ് നമ്മളിവിടെ വെച്ച് കൈമാറുകയാണ്. അപ്പോൾ അതിലാദ്യം മുനീറിനുള്ള ഒരു ഉപഹാരം, അദ്ദേഹത്തിനുള്ള അവാർഡ് നൽകുകയാണ് നമ്മൾ. സ്വാക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മുനീറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്നേഹ സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി പാരിസൺസ് അതിഥി വർഷങ്ങളായി മാർക്കറ്റിൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്ന പ്രൊഡക്റ്റാണ്. അത് ശ്രീ വസീം കൈമാറുന്നതായിരിക്കും ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് തന്നെ. വളരെ സ്പെഷ്യലായ ഒരു പുരസ്കാരമാണ് നമ്മൾ നൽകുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ഒരു ക്ലോക്ക് വേണമെന്ന മുനീറിൻ്റെ ആഗ്രഹം സൂപ്പർ മാർക്കറ്റുകാർ സാധിച്ചു. സൂപ്പർ മാർക്കറ്റുകാരുടെ ഒരു ക്ലോക്ക് മുനീറിൻ്റെ വീട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സോ ഇതിലും വലിയൊരു സമ്മാനങ്ങളെ കുറിച്ച് നമുക്കിനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരു നല്ലൊരു കൈയ്യടി നമുക്ക് നൽകാം. താങ്ക് യു സോ മച്ച് മുനീർ മലപ്പുറം. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളും അക്കൗണ്ടുകളും ഒക്കെ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് ഒരു സമ്മാനങ്ങൾ കൈമാറുന്നതിനായി ശ്രീ വസീം പാരിസൺസ് അതിഥി ടീം മെമ്പർ വേദിയിലുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ നേരുകയാണ് ഒരു സമയത്ത്. മുനീറിന് എല്ലാ വിഷസും ബ്ലെസ്സിങ്സും ഈ ഒരു ടൈമിൽ നേരുന്നു. താങ്ക് യു സോ മച്ച്. മുനീർ ഹാപ്പിയാണെന്ന് എനിക്കറിയാം.